Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ലൊരു കമ്മലാണ്. അതിനുള്ള മെറ്റീരിയൽസ് നോക്കാം. ഹെഡ് പിൻ, ക്രിസ്റ്റൽസ്, പിന്നെ കമ്മലിന്റെ തിരിവ്, പിന്നെ റോഡ് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം, പിന്നെ ഗ്ലൂ ആണ്, ഫെവി ബോണ്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഷേപ്പിലുള്ള ഒരു റോഡ് എടുക്കുക. ഇത് ലിപ് ബാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് ഈ ഹെഡ് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് ബെൻഡ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിപ് ബാമിൻ്റെ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ ഇതുപോലെ ലിപ്സ്റ്റിക്കോ വേറെ ഏതെങ്കിലും ഒരു റോഡ് ഷേപ്പിലുള്ള ഒരു ട്യൂബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഹെഡ് പിന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ക്രിസ്റ്റൽസ് കോർക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ ക്രിസ്റ്റൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ക്രിസ്റ്റലിന് പകരം നമ്മൾ സാധാരണ മുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വലുതും ചെറുതെല്ലാം ഉപയോഗിക്കാം. ഞാൻ 2-3 ടൈപ്പ് മുത്ത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതേ ഡിസൈൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കോർത്ത് കഴിഞ്ഞു. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് മുത്ത് കോർക്കാം. ഫെവി ബോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ബീഡ് കോർക്കാം. അപ്പോൾ ഈ മുത്ത് കോർത്തതൊന്നും ഊരി വരില്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് വണ്ണിൽ മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അത് ഇരുന്നോളും. ഇത് കണ്ടോ, ഇത് ചരിച്ചാലൊന്നും അത് ഊരി വരില്ല. അതിനുശേഷം നമുക്ക് ഈ സ്റ്റഡ് ബാക്കിൽ തിരിവുണ്ടല്ലോ അതിടാം. അത് ഇതുപോലെ റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മെറ്റലിൻ്റെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ, അതായത് എല്ലാ ഡിസൈനും സെയിം തന്നെയാണ്, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ബീഡ്സ് മാത്രമേ ഞാൻ വേറെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം 2-3 അങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കും. ഇതിന് 10 രൂപയാണ് ഒരു പാക്കറ്റിന്. ഇതൊരു പാക്കറ്റ് 40 രൂപയാണ്. അപ്പോൾ ഈ ചക്കിരി 40 രൂപ, ഈ ബീഡ്സ് 10 രൂപയുള്ളൂ. ഭയങ്കര ലാഭമാട്ടോ. നമുക്ക് പിന്നെ ഒരു ഹെഡ് പിന് ഒരു പാക്കറ്റിന് 10 രൂപേനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോർക്കുക. അത് 2 ചക്കിരി, പിന്നെ 4 റോസ് കളർ ബീഡ്, അതായത് പിങ്ക് കളർ ബീഡാണ് 4 അതിനുശേഷം വീണ്ടും 2 ചക്കിരി, വീണ്ടും 4 മുത്ത്, വീണ്ടും 2 ചക്കിരി. ആ ഓർഡറിൽ നമുക്കിത് എത്രത്തോളം കോർക്കാൻ പറ്റുമോ അത്രയും കോർക്കാം, മുകളിലെത്തുന്ന വരെ. അപ്പോൾ ഇത് മുഴുവനായിട്ട് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അതിനുശേഷം ലാസ്റ്റ് ഒരു മുത്ത് കോർക്കുക. പിന്നെ ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റഡ് ഇടാം. അപ്പോൾ ഞാൻ ഈ തിരിവ് 3 ടൈപ്പ് കമ്മൽ കാണിക്കുന്നതിലും 3 ടൈപ്പ് തിരിവാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഏത് ടൈപ്പ് തിരിവ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം അത് അതേപോലെ തന്നെ വേറൊരെണ്ണം, അത് പിങ്ക് പോലെ തന്നെ ബ്ലൂ കളർ മുത്ത് വെച്ചിട്ട് കോർത്താണ്. ഇതിൽ 4 ആണെങ്കിൽ ഈ ബ്ലൂവിൽ 3 കോർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചക്കിരി ഇതിൽ 2 ഇടയിലുണ്ട്. ബ്ലൂവിലാകുമ്പോൾ ഓരോ ചക്കിരിയാണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചക്കിരി ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കോർക്കാം. ഇനി ചക്കിരി മാത്രമായിട്ട് വേണമെങ്കിലും കോർക്കാം, അതും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതായത് നമുക്ക് ഹെഡ് പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. അതിന് ഇഷ്ടമുള്ള മുത്തുകളെല്ലാം കോർക്കാം. അതാണ് മെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ. പിന്നെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് വിത്ത് ഗോൾഡ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. നല്ല ഭംഗിയായിരിക്കും. പൊതുവെ ബ്ലാക്ക് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഏത് കളർ കോമ്പിനേഷൻ വന്നാലും വൈറ്റ്, റെഡ് ഒക്കെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ക്രിസ്റ്റലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗോൾഡൻ കളർ ചക്കിരിയും, നമുക്ക് സിൽവർ കളർ ചക്കിരിയും ഉപയോഗിക്കാം. പക്ഷേ ഗോൾഡൻ കളർ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും തോന്നി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫുള്ള് കോർത്ത് ഗ്ലൂ ആക്കുന്നു, ലാസ്റ്റ് മുത്ത് കോർക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ചക്കിരി ഞാൻ കോർത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കിലുള്ള തിരിവിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, എത്ര സിമ്പിളാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഇതിനൊക്കെ നല്ല വിലയുണ്ടാവും. അപ്പോൾ ഇതിന് ഒരു ഹെഡ് പിന്നിന് 1 രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും അത്ര 1 രൂപ പോലും വരില്ല ഒരു ഹെഡ് പിന്നിന്. അതുപോലെ തന്നെ ഒരു പാക്കറ്റിന് 10 രൂപയാണ് ഒരു മുത്തിന് വരുന്നത്. ചക്കിരി ഒരു പാക്കറ്റിന് 40 രൂപയുള്ളൂ. അതിലെല്ലാം നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ചെറിയ ചിലവിൽ നമുക്ക് അടിപൊളി കമ്മലുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക വീഡിയോസ് എല്ലാം, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കാം. അപ്പോൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി ഡിസൈനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.